ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്ന കൊച്ചിൻ്റെ അച്ഛൻ്റെ സഹോദരൻ ക്രൂരമായ പീഡനത്തിനിരയാക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 വർഷത്തോളം ക്രൂരമായ പീഡനത്തിന് അച്ഛൻ്റെ സഹോദരൻ ആ കുഞ്ഞിനെ ഇരയാക്കി. നമ്മുടെ സമൂഹത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ക്രൂരമായ മനോഭാവം കാണിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒരു ശിക്ഷാ നടപടികളും ഇവർക്കൊന്നും വേണ്ട വിധത്തിൽ കിട്ടാത്തത് തന്നെയാണ് ഇതിനൊരു പ്രധാന കാരണം. കുഞ്ഞുങ്ങളെ 2, 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ക്രൂരമായ പീഡനത്തിന്, അവരുടെ കാമദാഹത്തിനിടയാക്കുമ്പോൾ അവർക്കൊക്കെ ലഭിക്കുന്ന ശിക്ഷ, നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്ന ശിക്ഷ വളരെ കുറവാണ്. പലപ്പോഴും ഈ ശിക്ഷാരീതികളുള്ള കുറവ് തന്നെയാണ് ഇത്തരം പീഡനങ്ങൾ തുടർക്കഥയാകാൻ വീണ്ടും വീണ്ടും തുടർക്കഥയായിക്കൊണ്ടിരിക്കാൻ കാരണമായി മാറുന്നത്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, എന്തുമാത്രം സംഭവങ്ങളാണോ അനുദിനം എന്നോണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 1, 2, 6 മാസവും ഒക്കെ പ്രായമുള്ള കുട്ടികളെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ ക്രൂരമായ പീഡനത്തിനിരയാക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പോക്സോ കേസ് പ്രകാരം പല പ്രതികളെയും പിടിയിലാകുമെങ്കിലും ചിലർക്ക് വർഷങ്ങൾ നീണ്ട തടവ് ശിക്ഷ വരെ ലഭിക്കുന്ന വാർത്ത കാണാറുണ്ട്. 80 വർഷമോ 70 വർഷമോ ഒക്കെ തടവ് ശിക്ഷ കൊടുക്കാറുണ്ട്. എന്നിട്ടും എന്ത് പ്രയോജനം? ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന പ്രതികൾക്ക് വധശിക്ഷയെ കുറഞ്ഞ ഒരു ശിക്ഷ പോലും കൊടുക്കരുത്. വധശിക്ഷ കൊടുക്കുക മാത്രമല്ല, അത് നടപ്പാക്കാനുള്ള സന്മനസ്സും കൂടെ കോടതി കാണിക്കണം. കാരണം കേരളത്തിലെ ജയിലുകളിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കപ്പെട്ട പ്രതികൾ നല്ല ഫുഡും കഴിച്ച് നല്ല സുഖവാസം നടത്തുകയാണ്. നല്ല ഫുഡാണ് ഇവന്മാർക്ക് കൊടുക്കുന്നത്. ഇവന്മാരെയൊക്കെ ഇങ്ങനെ തീറ്റി പോറ്റി വളർത്തുകയാണ് നമ്മുടെ ജയിൽ വകുപ്പൊക്കെ. എന്നിട്ട് പോലും ഇവന്മാർക്കൊക്കെ നല്ല ശിക്ഷ പോലും കൊടുക്കുന്നില്ല. നല്ല വധശിക്ഷയ്ക്ക് വിധിക്കുകയും അവരെ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണം. അതിന് വേണ്ട നിയമ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കാരണം ഇതുപോലുള്ള കേസുകൾ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ അനുദിനം എന്നോണാണ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അതിനൊന്നും വേണ്ട വിധത്തിലൊരു നടപടിയെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ പല ജില്ലകളിലും കുട്ടിയുടെ അടുത്ത ബന്ധുക്കളാലും അയൽവക്കക്കാരാലുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ അനുദിനം എന്നോണം വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിനൊന്നും എതിരെ ഒരു നടപടിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചെറിയ കുട്ടികളെ സുരക്ഷിതമായി വീട്ടിൽ വച്ചിട്ട് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് പല മാതാപിതാക്കൾക്കും ഉള്ളത്. ഇങ്ങനത്തെ ചുറ്റുപാടുകൾ, അതായത് മദ്യവും മയക്കുമരുന്നും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ സ്വന്തം സഹോദരങ്ങളെ അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും കാണാൻ കഴിയാത്തവരുടെ ഒരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള ചെറു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത കിരാതന്മാർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളാൻ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നിയമവകുപ്പിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ.